ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു മലബാർ സ്പെഷ്യൽ സ്നാക്കാണ്, നെയ്വടയാണ് കാണിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇതുവരെ കഴിക്കാത്തവർക്ക് പോലും ഇത് കാണുമ്പോൾ നമുക്കൊന്ന് കഴിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കാണിത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറക്റ്റ് ആയിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമുക്ക് നെയ്വടൻ്റെ ഡോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പോളം ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം എടുക്കുക, നല്ല ചൂട് വേണ്ട. ഇത് ഈസ്റ്റ് ആക്റ്റീവ് ആവാനുള്ളതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈസ്റ്റ് നന്നായിട്ട് അലിഞ്ഞൊന്ന് മിക്സായി കിട്ടണം. എന്നിട്ടൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ഒഴിച്ചതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ. ഇപ്പോൾ പൊടികളെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നെയ്യ് ഫുള്ളായിട്ട് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടർ ഉരുക്കിയിട്ട് ചേർക്കുമ്പോൾ ചൂടോടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. നെയ്യാണെങ്കിലും നിങ്ങളിപ്പോൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നെയ്യ് നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടോടെ അങ്ങ് ഒഴിച്ച് കൊടുക്കരുത്. മെൽറ്റാക്കിയിട്ട് ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തോളൂ. നമ്മുടെ നെയ്യടൻ്റെ ഡോക്കുള്ള മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. വെള്ളം കറക്റ്റ് അളവ് തന്നെയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് ചപ്പാത്തി മാവ് പോലെ നല്ല ടൈറ്റായിട്ട് വേണ്ട, ഇതുപോലെ നല്ല സ്റ്റിക്കി ആയിട്ടാണ് കിട്ടേണ്ടത്. താഴ്ഭാഗത്തും കൈക്കൊക്കെ തൊടുമ്പോൾ ഒട്ടിപ്പിടിക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ കൈക്ക് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിൽ നല്ല വെള്ളം പോലെയുള്ള ബാറ്റർ അല്ല, എന്നാൽ ചപ്പാത്തി മാവ് പോലെ അത്ര ടൈറ്റ് അല്ല. ഇതുപോലൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ് വേണ്ടത്. മാവ് കുഴക്കുന്ന സമയത്ത് ഇതിനേക്കാളും ലൂസായിട്ട് കിട്ടിയെന്നെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് 1 മണിക്കൂർ മതി. ഇപ്പോൾ നിങ്ങളുടെ ക്ലൈമറ്റ് നല്ല തണുപ്പുള്ളതാണെങ്കിൽ ഒരു 2 മണിക്കൂറോളം വെച്ചോളൂ. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് പഞ്ചസാര നല്ലോണം മെൽറ്റാക്കിയിട്ട് സിറപ്പ് റെഡിയാക്കി എടുക്കണം. ഇത് കണ്ടില്ലേ, പഞ്ചസാര നല്ലോണം മെൽറ്റായിട്ട് വെള്ളം ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു നാരങ്ങ തന്നെ പിഴിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം ഒരുപാട് വെള്ളം പോലെ ആവരുത്. ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ വെള്ളം എടുക്കുക. ഒരു നൂൽ പരുവത്തിനടുത്ത് തന്നെ വേണം. അപ്പോൾ ഓഫാക്കുന്ന സമയത്ത് ഒരു നൂല് കിട്ടിയിട്ടില്ല, അരനൂലാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ ചൂട് ഒന്ന് പോയതിന് ശേഷമാണ് ഇതിലേക്ക് നെയ്വട ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി അങ്ങ് തിക്കായിട്ട് ഒരു നൂൽ പരുവം കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് നെയ്വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ്. നല്ല സോഫ്റ്റായിട്ട് ഒന്നങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് അങ്ങ് കൂട്ടിക്കുഴച്ച് നല്ലോണം മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്നൊരു ചെറിയൊരു ബോൾ എടുക്കുക. സൈഡിൽ നിന്ന് അങ്ങ് ഒരു ബോൾ എടുത്തിട്ട് നമ്മുടെ കയ്യിലൊന്ന് ഗീ തടവണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാവുന്നൊരു ചെറിയ ബോൾ നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത വിരലിൻ്റെ ഫിംഗർ ഒന്ന് നെയ്യിൽ മുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഇതുപോലെ ഹോൾസാക്കി കൊടുക്കണം. നമ്മൾ വടക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ പരത്തി അങ്ങ് ഷേപ്പ് ചെയ്തെടുക്കൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് ഹോൾസാക്കി കൊടുത്താൽ മതി ബോൾ എടുത്തതിന് ശേഷം. അപ്പോൾ ഇതുപോലെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഓയിൽ ചൂടാക്കാൻ വെച്ച സമയത്ത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി വെക്കാനൊന്നും പറ്റില്ലല്ലോ, സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആദ്യം ഷേപ്പ് ചെയ്തെടുത്തത് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ മാവ് ഷേപ്പ് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം പൊരിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട വശം തന്നെ കരിഞ്ഞു പോകരുത്, ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടേണ്ടതാണ്. ഞാൻ ഒരു സമയത്ത് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. മീഡിയം ടു ലോയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക.
ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങ് പൊങ്ങി കിട്ടും. അധികം അങ്ങ് കറുത്ത് ബ്ലാക്ക് കളറാക്കി എടുക്കരുത്. ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറാക്കി എടുത്താൽ മതി. ചെറുതായിട്ട് ചെയ്യാൻ നോക്കുക. ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് കാണാൻ നല്ല ഭംഗിയുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് മാറ്റാണ്. ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് ഡയറക്റ്റ് നമ്മൾ ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് ഇപ്പോൾ ചെറിയ ചൂടുണ്ട്. ഒന്ന് ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടുത്ത ബാച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഓയിൽ നല്ല ചൂടുള്ളതുകൊണ്ട് അടുത്ത ബാച്ചും പെട്ടെന്ന് റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാനത് ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ എന്തായാലും ഷുഗർ സിറപ്പിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതങ്ങ് നീക്കി കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ടാണ് ഉള്ളത് ഷുഗർ സിറപ്പിൽ. ഷുഗർ സിറപ്പിലേക്ക് മാക്സിമം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്ക് ഷുഗറൊക്കെ കയറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നെയ്വട. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ആയതിന് ശേഷം സെർവ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ നെയ്വടയൊക്കെ ഞാൻ സെർവ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് 10 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായത്. അപ്പോഴേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. വായിലിട്ട് അലിഞ്ഞു പോകും, അത്രയും സോഫ്റ്റാണ്. എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നുണ്ടാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര ഷുഗർ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ കൺട്രോൾ അങ്ങ് പോകും. അത്രയും സോഫ്റ്റാണ്. ഈ ഒരു അളവ് പ്രകാരം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഫ്ലോപ്പ് ആവില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്